Hello, hi, welcome to Saji's Innovations. Adenium സ്നേഹികൾക്ക് വേണ്ടി ചെറിയൊരു അപ്ഡേറ്റ് ആണ്. എൻ്റെ പല സബ്സ്ക്രൈബേഴ്സും എന്നോട് ആവശ്യപ്പെടാറുണ്ട് അഡീനിയം ചെടികൾ ഒരുപാട് ഇഷ്ടമാണ്, മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും അഡീനിയത്തിൻ്റെ അപ്ഡേറ്റ്സ് തരാമോന്ന്. അങ്ങനെ ആലോചിക്കുമ്പോൾ കിട്ടിയ ചെറിയൊരു അപ്ഡേറ്റ് ആണ് നിങ്ങളെയും കാണിക്കുന്നത്. ഈ ചെടികളെ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ ഇത് കാണിക്കാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. ഇത് ഞാൻ ഒരു വർഷം മുമ്പ് വിത്തിട്ട് മുളപ്പിച്ച ചെടികളാണ്. അത് മുളപ്പിച്ചത് മുതൽ അതിൻ്റെ പൂക്കൾ വന്നതുവരെ പല വീഡിയോസ് നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു ബ്രേക്ക്, ഒരു ചേഞ്ച്, ഒരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, എന്നോട് അഡീനിയം സീഡ് പലരും എൻ്റെ അഡീനിയം സീഡ് ചോദിക്കാറുണ്ട്, സീഡ് അയച്ചു തരാമെന്ന് ചോദിച്ചിട്ട്. ഇവിടെ വല്ലപ്പോഴൊക്കെ സീഡ്സ്, എനിക്ക് അധികം മൾട്ടിപെറ്റൽസ് ഉള്ളത് സീഡ്സ് വല്ലപ്പോഴും ഉണ്ടാകാറുണ്ട്. പക്ഷേ അത് ഞാൻ അത്രയും കെയർ ചെയ്തെടുത്ത് വെക്കാറൊന്നുമില്ല, അത് പൊട്ടി അങ്ങ് പോവുക ചെയ്തു. അപ്പോൾ അവരോടൊക്കെ ഞാൻ പറയാറുണ്ട്, ഈ മൾട്ടിപെറ്റൽസിൻ്റെ സീഡ് തന്നെ നമ്മൾ മുളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ പലപ്പോഴും ഈ സിംഗിൾ പെറ്റൽ നാടൻ വെറൈറ്റീസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. സോ നിങ്ങൾക്ക് വെറൈറ്റീസ് ഓഫ് അഡീനിയം വേണമെങ്കിൽ ഗ്രാഫ്റ്റ് ചെയ്ത അഡീനിയംസ് തന്നെ വാങ്ങാൻ പറയാറുണ്ട് എപ്പോഴും. പക്ഷേ ഇപ്പോൾ ഒരു ബ്രേക്ക് എന്താണെന്ന് വെച്ചാൽ, ഞാൻ സീഡിട്ട് മുളപ്പിച്ച് പലപ്പോഴും നിങ്ങളെ കാണിക്കാറുള്ള ചെടികളിൽ ഒരെണ്ണം അടിപൊളിയായിട്ട് നിറച്ച് മൾട്ടിപെറ്റൽ ഫ്ലവേഴ്സ് വന്നിട്ടുണ്ട്. നല്ല രസമുള്ള ഫ്ലവേഴ്സാണ്, കണ്ടോ. കുറേ പൂക്കൾ വന്നിട്ടുണ്ട്, കുറേ കൊഴിഞ്ഞു പോയി കേട്ടോ. ഇതിലൊക്കെ വിത്ത് വരുന്നുണ്ട് കൊഴിഞ്ഞു പോയിട്ട്. ഇതിൻ്റെ സീഡ് എന്താവുമെന്ന് എനിക്കറിയില്ല, നമുക്ക് മുളപ്പിച്ച് നോക്കാം. അപ്പോൾ നോക്കിയാൽ കാണാം, ഇതിൻ്റെ ചോട് കണ്ടോ. ഇത് ഗ്രാഫ്റ്റഡോ ബഡ് ചെയ്തതൊന്നുമല്ല, ഇത് ഒരു വർഷം പ്രായമുള്ള ചെടിയാണ് ഞാൻ വിത്തിട്ട് മുളപ്പിച്ചെടുത്തത്. അതിൻ്റെ കൂടെ തന്നെയുള്ള മറ്റു ചെടിയുടെ അവസ്ഥ കണ്ടോ. സിംഗിൾ പെറ്റലാണെങ്കിലും എന്താ ഭംഗി നോക്കിക്കേ, കുറേ പൂക്കളുണ്ട്. ഇത് കണ്ടോ, അതും കോഡക്സൊക്കെ ഒന്ന് വീർത്ത് വന്ന് ഭംഗിയായിട്ട് വരുന്നുണ്ട്. ഇനി മറ്റൊരു ചെടി അതിൻ്റെ കൂടെ ഉള്ളതായിരിക്കുന്നുണ്ട്. ഇതിൽ മൊട്ട് വരുന്നുണ്ട്. ഒരു പ്രാവശ്യം ഇതിലൊരു പൂ വന്നു, പക്ഷേ ഭയങ്കര വെറൈറ്റി ഒരു പൂവാണ്, ഒരു സ്റ്റാർ ഷേപ്പുള്ളൊരു പൂവാണ്, ശരിക്കൊരു യെല്ലോ ചേർന്നൊരു പിങ്കാണ്. അപ്പോൾ അങ്ങനെ വെറൈറ്റീസ് ഓഫ് അഡീനിയം പ്ലാന്റ്സ് ആണ് എനിക്ക് ഒറ്റ പ്രാവശ്യം സീഡിട്ടപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ കൂടെയുള്ള വലിയൊരു ചെടിയുണ്ട്, ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട്. ഈ ഭാഗത്ത് പൂ വെച്ചിരിപ്പുണ്ട് കേട്ടോ, ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട് കണ്ടോ. ഇതിലും സിംഗിൾ പെറ്റൽ ഫ്ലവേഴ്സ് തന്നെയാണ്. വലിയ ചട്ടിയിൽ വെച്ചപ്പോൾ നേരത്തെ പൂത്തതാണ്, അതിൽ വിത്ത് നിൽപ്പുണ്ട്. ഇതാണ് സീഡ് ശരിക്കും അഡീനിയത്തിൻ്റെ. എന്താ അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് കാണിക്കാനാണ് ശരിക്കും ഞാനിപ്പോൾ വീഡിയോ ചെയ്തത്. ഇതിൻ്റെ കൂടെ വേറൊരു കാര്യം കൂടെ പറയട്ടെ. എൻ്റെ ഈ പ്ലാന്റ്സ്, സീഡ് മുളച്ച ഈ പ്ലാന്റ്സ് കാണുമ്പോൾ പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഞങ്ങളൊക്കെ വിത്തിട്ട് മുളപ്പിച്ച് കഴിഞ്ഞാൽ ഒരു കോല് പോലെ ഒരു ബ്രാഞ്ച്, ഒറ്റ കമ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ അഡീനിയത്തിൽ. സാറിൻ്റെ അഡീനിയത്തിൽ എങ്ങനെയാണ് ഇത്രയും ബ്രാഞ്ചസ് വരുന്നത് നോക്കിയേ. ശരിയാണ് അവർ ചോദിക്കുന്നത്. ഒരുപാട് ബ്രാഞ്ചസ് നല്ല ബുഷായിട്ട് നിൽക്കുന്നുണ്ട്. ഒന്നും ഞാൻ പ്രൂൺ ചെയ്ത് കൊടുത്തിട്ടില്ല, പ്രൂൺ ചെയ്താൽ കുറച്ചും കൂടെ ബുഷിയാവും. ഇതിലും കുറേ ബ്രാഞ്ച് ഉണ്ട്. ഇതിൽ കണ്ടോ കുറേ അധികം ബ്രാഞ്ചസ്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ചെറിയ പോട്ടിൽ വെച്ച് കൊടുത്ത ചെടികളായിരിക്കുന്നത്. അതും കണ്ടോ, കോഡക്സൊക്കെ ഒന്ന് വീർത്ത് ബ്രാഞ്ചൊക്കെ വരുന്നുണ്ട് കണ്ടോ. ഇതൊരെണ്ണം, അത് നല്ല ഭംഗിയായിട്ട് തന്നെ ബ്രാഞ്ച് വന്നിരിപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ആക്ച്വലി ഞാൻ മൾട്ടിപെറ്റൽ വെറൈറ്റീസ്, ഗ്രാഫ്റ്റഡ് വെറൈറ്റീസിൻ്റെ ആളായിരുന്നു, കുറേ കളക്റ്റീവ് ആയിരുന്നു അങ്ങനെ. അപ്പോൾ ഇപ്പോൾ ശരിക്കും എനിക്കും ഈ എന്താ പറയുക നാടൻ വെറൈറ്റീസ് അല്ലെങ്കിൽ ഇങ്ങനെ സീഡും മുളച്ച തൈകളുടെ സ്നേഹം കൂടി വരികയാണ്. ശരിക്കും ബുഷായിട്ട് നല്ല ഭംഗിയായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ നിങ്ങളും ധൈര്യമായിട്ട് സീഡ് മുളപ്പിച്ച തൈകൾ വളർത്തിക്കോളൂ. അപ്പോൾ നേരത്തെയുള്ള എൻ്റെ ഉപദേശം ഞാൻ തിരുത്തുവാണ്. അപ്പോൾ ഈ ബ്രാഞ്ചസ് വരാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എനിക്കും ശരിക്കും ഇതിനുവേണ്ടി ഞാൻ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഇത് ശരിക്കും ഈ വിത്ത് മുളപ്പിച്ചത് തന്നെ നിങ്ങളൊരു വീഡിയോ കാണിക്കാൻ വേണ്ടിയായിരുന്നു. കാരണം എനിക്ക് ഗ്രാഫ്റ്റഡ് ആയിരുന്നു എപ്പോഴും കമ്പം. അപ്പോൾ ഇത് കയറിയാതെ ഇങ്ങനെ ഇരുന്നപ്പോൾ ഒന്ന് ഷോർട്ടായി, ഒന്ന് മുരടിച്ചിട്ട് എല്ലാത്തിനും ചെറിയ ചെറിയ ബ്രാഞ്ചസ് സൈഡിൽ നിന്ന് വരുന്നത് ഞാൻ കണ്ടു. ഇനിയാണ് അതാണോ അതിനുള്ള മാർഗ്ഗം എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് ചെടികളുള്ളത്. കുറേ പേരെന്നോട് ചെടികൾ ചോദിച്ചിട്ടുണ്ട്, ഞാൻ ഒത്തിരി പേർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ പറയുകയാണ്, ഇതിൻ്റെ കൂടെയുള്ള ചെടികൾ കയ്യിലുള്ളവർ ദയവായിട്ട് ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് തന്നെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക, താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, വേറൊന്നുകൂടെ പറയാം, ഞാൻ ഇപ്പോൾ തന്നെ ഇത് സീഡ് മുളപ്പിച്ചതാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം, എങ്ങനെയാണ് സീഡ് മുളപ്പിച്ച് തൈ ഉണ്ടാക്കുന്നതെന്ന്. ഇപ്പം ഞാൻ കട്ടിങ്സിൽ നിന്ന് എങ്ങനെയാണ് തൈകൾ മുളപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് മറ്റൊരു വീഡിയോയും കൂടി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, രണ്ടും എല്ലാവരും കാണുക. സോ ഈ ഒരു കുഞ്ഞു വീഡിയോ, ചെറിയ അപ്ഡേറ്റ് ആണ്, എല്ലാവർക്കും ഇഷ്ടമായി തന്നെ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം സജീസ് ഇന്നോവേഷൻസ്.